നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അതാണ് ഈ ഫോണിന്റെ അവസ്ഥ. പവർ സ്വിച്ച് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോയി. നല്ലവണ്ണം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൊബൈലായിരുന്നു ഇത്. ഐഫോൺ 13 ആണ് മോഡൽ. പെട്ടെന്ന് ഫോൺ എടുത്തു നോക്കിയപ്പോൾ പവർ സ്വിച്ച് വർക്ക് ആവുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പവർ ഓൺ ആവുന്നില്ല, ഓഫ് ആവുന്നില്ല. ഡിസ്പ്ലേയിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം സ്ക്രീൻ ഓൺ ആവുന്നു. കസ്റ്റമർ ഈ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടാണ് ഇത് റിപ്പയർ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഞാൻ ഫോൺ അഴിച്ചു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതിന്റെ ഉള്ളിലുള്ള സ്ട്രിപ്പ് കട്ടായത് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ പറയാണ് 1 വീക്ക് മുന്നേ ബാറ്ററി മാറ്റാനായിട്ട് ഞാനൊരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചില സമയം സ്വിച്ച് വർക്കാവും, ചില സമയം സ്വിച്ച് വർക്കാവാത്ത ഒരു പ്രശ്നം കാണിക്കാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സമയം കിട്ടാത്തതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ആ സ്ട്രിപ്പ് മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്തു. ആ സ്ട്രിപ്പിൽ പവർ ബട്ടൺ മാത്രമല്ല, വോളിയം, വൈബ്രേഷൻ, അതേപോലെ വയർലെസ് ചാർജിങ് അടക്കം ആ ഒരു സ്ട്രിപ്പിലാണ് വരുന്നത്. മാത്രമല്ല ഈ ഒരു സ്ട്രിപ്പ് കടന്നു പോകുന്നത് ബാറ്ററിയുടെ അടിയിലൂടെയാണ്. ഇത് കാരണം ചിലപ്പോൾ മുമ്പ് ബാറ്ററി മാറ്റിയ സമയത്ത് ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് സ്ട്രിപ്പിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഫോൺ അടിപൊളിയായിട്ട് റീപാക്ക് ചെയ്തു. ഫോൺ ഓണാക്കി. പവർ ബട്ടണൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. പവർ ബട്ടൺ മാത്രമല്ല, വോളിയം അപ്പ്, ഡൗൺ, അതേപോലെ സൈലന്റ് ബട്ടണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.